ഹായ് ഹലോ വീണാസ് ടൗണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ ഏട്ടൻ്റെയും വെഡ്ഡിങ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ഡേയോട് അനുബന്ധിച്ച് ഞങ്ങൾ ചെറുതായിട്ട് ടൗണിലെല്ലാം പോയി വരാമെന്ന് വെച്ചാൽ ടൗണിലേക്ക് പോയെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വരാമെന്ന് വെച്ചാൽ ഞാനും മോനും പോവുകയാണ് കേട്ടോ. അപ്പം ഏട്ടൻ പണിക്ക് പോയി, ലീവൊക്കെ പറ്റില്ല. മോനും സ്കൂളിലേക്കും പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് പോയി വരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. അപ്പം മോനെ ഒരുക്കിയിട്ട് വേണം എനിക്ക് റെഡി ആവാൻ. അപ്പം ആശാന് മേല് കഴുകി കൊടുത്തു, തല കുളിപ്പിച്ചില്ല കേട്ടോ. രാവിലെ മേല് കഴുകി കൊടുത്തു. അങ്ങനെ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തു. അതെല്ലാം ഇട്ട് കൊടുത്ത് കാലിൽ ചെരുപ്പെല്ലാം ഇട്ട് കൊടുത്ത് അതങ്ങനെ അതും പിടിച്ച് കളിച്ചുകൊണ്ട് അവരങ്ങനെ ഇരുന്നോളും. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് റെഡി ആവാമല്ലോ. ഞങ്ങൾ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം മക്കളെയാണ് കേട്ടോ റെഡിയാക്കൽ. അപ്പം കുഞ്ഞുട്ടനെ ഞാൻ ഈ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ കുഞ്ഞുട്ടൻ നമ്മൾ റെഡിയായി വരുമ്പോഴേക്കും അവനിട്ട ഡ്രസ്സുകളൊക്കെ അഴിച്ച് കളയും കേട്ടോ. ട്രൗസറൊക്കെ അഴിച്ച് കളയും അവൻ. പിന്നെ ഇന്ന് നമുക്ക് അഴിച്ച് കളയില്ല എന്ന വിശ്വാസത്തിലൊക്കെ നമുക്ക് അവിടെ ഇരുത്താം അല്ലേ. ചെരുപ്പെല്ലാം ഇട്ട് കൊടുത്ത് ഷൂ എല്ലാം ഇട്ട് കൊടുത്താൽ പിന്നെ അഴിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ലോഷനൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ. കാലാവസ്ഥ മാറ്റം കൊണ്ട് കാലും കൈയൊക്കെ മുരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങ് തേച്ച് കൊടുത്ത് ഞാനും തേച്ചു. ഭയങ്കര തണുപ്പാണ് കേട്ടോ. രാത്രിയിലും രാവിലെയും ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. ഉച്ചയ്ക്ക് ഭയങ്കര ചൂടായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പം. അപ്പോൾ ഞാൻ മോനും ലോഷനൊക്കെ തേച്ചിട്ട് ഞാനും തേച്ചു. ഇനിയിപ്പോൾ മോൻ്റെ കാര്യം ഏകദേശം ശരിയായി. ഇനി അവന് ചെരുപ്പിട്ട് കൊടുക്കണം, മുടി ചെയ്യി ചെറിയ പൊട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ അവൻ്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അതും കഴിഞ്ഞ് ഞാൻ മെല്ലെ റെഡിയാവാൻ നോക്കണം. ഏകദേശം 12 മണിക്ക് മുന്നേ തന്നെ എത്തണം കേട്ടോ. അപ്പോഴേക്കും നടയടയ്ക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ 10:30 കഴിയാറായി കേട്ടോ. ഞാൻ ആദ്യം മാരേജിന് മുന്നേയൊക്കെ മേക്കപ്പ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ എനിക്ക് അത്ര സമയം ആവാറില്ല. നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആയി പോയിക്കോളും. ഇപ്പം ഒരു ഇത്ര സമയത്തിന് നമ്മൾ റെഡിയായി തീരണം, മക്കളെ റെഡിയാക്കണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഏകദേശം മേക്കപ്പ് ചെയ്യാൻ അത്ര സമയമൊന്നും ആവാറില്ല. പെട്ടെന്ന് ആവും കേട്ടോ. ജസ്റ്റ് അത് ക്രീം പൗഡർ ഇടുന്നു, പൊട്ട് കുത്തുന്നു, കാരണം എഴുതുവാണെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ഇല്ല, അങ്ങനെയൊക്കെ ചെറുതായിട്ട്. പിന്നെ ലിപ്സ്റ്റിക് ഇടുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് തീരും കേട്ടോ. ആദ്യമൊക്കെ അങ്ങനെയല്ല. നമ്മളിപ്പോൾ അതന്നെ ഒരു എന്താ പറയുക, പിന്നെ ഒരു ഹോബിയായിട്ട് നടക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. ഇപ്പം പരമാവധി പെട്ടെന്ന് തീർക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് എടുത്തപ്പോൾ ലിപ്സ്റ്റിക് എൻ്റെ അത് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ് പോയൊരു ലിപ്സ്റ്റിക്കാണ് എനിക്ക് കൈ കിട്ടിയത്. തപ്പിയിട്ടും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കിട്ടിയത് കൊണ്ട് ഞാനും ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനതുകൊണ്ട് ആവോളം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ആവുന്നില്ല. ഏകദേശം ഉണങ്ങിപ്പോയിട്ടോ. പക്ഷേ പറ്റുന്ന പോലെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്താക്കിയിട്ടുണ്ട്. ഞാനന്ന് ആദ്യം ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു യൂട്യൂബും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഓരോ തരം മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ലിപ്സ്റ്റിക്ക് ഇല്ലാതെ തന്നെ ഇപ്പം നമുക്ക് മേക്കപ്പ് ചെയ്യാനായി തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ തപ്പി എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഫൈനലി ഞാൻ എങ്ങനെയോ അതുകൊണ്ട് ഒപ്പിച്ചെടുത്തു. ഇനി നമുക്ക് മുടിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുക്കങ്ങളെല്ലാം തീർന്നു. അപ്പം കുഞ്ഞിൻ്റെ പുറകിൽ എന്തെല്ലോ കളി കളിക്കേണ്ടത് കണ്ടില്ലേ. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ 2019 കേട്ടോ നമ്മൾ മാരേജ് കഴിഞ്ഞത്. 2019 ജനുവരി 27 നമ്മൾ മാരേജ്. അപ്പം ഏകദേശം 6 കൊല്ലം പൂർത്തിയായി, 7 തുടങ്ങുകയാണ് കേട്ടോ. നമ്മളെല്ലാം കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ അച്ഛനമ്മമാർ ശ്രദ്ധിച്ച് ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് വലുതാവും നമ്മൾ തന്നെ വായി തുറന്ന് ചോദിക്കാനും മറ്റുമായി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രായം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മളെ മക്കൾ നമുക്ക് ചെയ്തു തരാനൊക്കെ ആയി. അതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളൊക്കെ. എത്ര പെട്ടെന്നാണ് നമ്മൾ ഓരോരോ കാലങ്ങളും കഴിഞ്ഞു പോകുന്നതല്ലേ. ചില സമയങ്ങളിൽ എനിക്കും തോന്നാറുണ്ട് കേട്ടോ, നമ്മളിങ്ങനെ പ്രായം കൂടി വരണ്ടായിരുന്നു, കുഞ്ഞായിരുന്നാൽ മതിയായിരുന്നു. നമ്മളെ കുട്ടിക്കാലമൊക്കെ എത്രത്തോളം ആസ്വദിക്കാൻ പറ്റും നമ്മൾ അത്രത്തോളം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ ഉള്ള മക്കൾക്ക് അങ്ങനെയല്ല കേട്ടോ. പണ്ടത്തെ പോലെയൊന്നുമല്ല. കുറേ മാറ്റങ്ങളുണ്ട്. അവർ വളർന്നു വരുന്ന സാഹചര്യവും അവർ ചിന്തിക്കുന്ന രീതിയും കളിയും കാര്യങ്ങളും എല്ലാം നമ്മൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പം കാലം മാറും തോറും ഇപ്പോഴത്തെ മക്കളിലും കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയി വഴിപാടെല്ലാം കഴിച്ച് പ്രസാദം വാങ്ങിച്ച് വന്നു. പിന്നെ ഞാൻ പോയത് നേരെ മാവേലിക്കായിരുന്നു കേട്ടോ. മാവേലി പോയി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് വീഡിയോ നിർത്തില്ലല്ലോ. അപ്പം ഞാൻ ബില്ല് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്ത് ഞാൻ ജസ്റ്റ് അവിടെ നിന്നിട്ടൊരു വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ആ സാധനം എടുത്ത് ഏട്ടൻ്റെ കടയിൽ പോയി കേട്ടോ. കടയിൽ പോയി ഞാൻ ആ സാധനം വെച്ചിട്ട് എനിക്ക് 1-2 സാധനം കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഏട്ടനാണ് വീഡിയോ എടുത്തത് കേട്ടോ. കണ്ടില്ലേ, അത് പുതിയ ഷോപ്പാണ് കേട്ടോ. ഓൾറെഡി ഉണ്ടായ ഷോപ്പിൽ നിന്ന് അവർ മാറിയിട്ടാണ് ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് കടേൻ്റെ പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ അതിൽ തന്നെ ഉണ്ട്. വേണ്ടവർ അത് വിസിറ്റ് ചെയ്യുക, വിളിക്കുക, അന്വേഷിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മാനന്തവാടി താഴങ്ങാടി റോട്ടിലുള്ള കണ്ണങ്കണ്ടി ബിൽഡിങ്ങിൻ്റെ ഇതിലാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കേക്ക് മുറിക്കലും കാര്യങ്ങളും സെലിബ്രേഷനൊക്കെ ആയിരുന്നു കേട്ടോ. ഏട്ടൻ കുളിക്കാൻ പോയേക്കുവാണ്.
അപ്പം വരുമ്പോഴേക്ക് നമുക്കെല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞോട്ടിന് നല്ല ഉറക്കം വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കേക്ക് മുറിയുമ്പോൾ മോനുണ്ടാവില്ല നോക്കിയിട്ട് ഞാനെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടു. അപ്പോൾ ഏകദേശം കുളിയെല്ലാം കഴിഞ്ഞ് അനിയേട്ടനും വന്നു. അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഞാൻ അനിയേട്ടന് വാങ്ങിച്ചെടുത്ത ഷർട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം രസമുണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക എല്ലാവരും. ഞാനാണെങ്കിൽ ഷർട്ടിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ ഷർട്ട് എടുത്തത്. അനിയേട്ടന് ഇഷ്ടപ്പെട്ടു. ഇട്ടപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാൻ ഏട്ടന് കൊടുത്ത മോൻ എന്നോട് ചോദിച്ചു, ഇത് എപ്പോഴാണ് വാങ്ങിച്ചത് അമ്മ എനിക്കൊന്നും വാങ്ങിച്ചില്ലേ എന്നൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് മുറിക്കുന്ന തിരക്കിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മോൻ ആ കാര്യം വിട്ടു കേട്ടോ. അങ്ങനെ കേക്കും മുറിച്ചു. അനിയേട്ടന് എനിക്കും, ഞാൻ അനിയേട്ടനും കൊടുത്തു, പിന്നെ മക്കൾക്കും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇതോടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ കേക്ക് മുറിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും തീറ്റയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ മക്കൾക്ക് കേക്ക് മുറിച്ച് പാത്രത്തിൽ കൊടുത്തു. അവരത് കഴിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ജീവിതത്തിലെ 6 വർഷങ്ങൾ തികച്ച് 7-ാം വർഷം തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. ഫോട്ടോസെല്ലാം കാണുക. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.